കുണിക്ക് ഞങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അച്ഛമ്മ പറയണ കേട്ടിരിക്കണം കേട്ടോ, വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഞങ്ങളും കൂടി അല്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല അച്ഛമ്മേ. ഞാനിന്ന് ലീവ് എടുത്താലോ? വേണ്ട, പഠിക്കാൻ പൊക്കോ. അത് കൊള്ളാം. മാർച്ചിൽ നിങ്ങൾക്ക് പരീക്ഷയല്ലേ, ലീവ് എടുക്കാതിരിക്കാനല്ലേ നിങ്ങൾ എന്റെ കൂടെ വിട്ടത്. എന്നിട്ടിപ്പോ നിങ്ങൾ എന്തിനാ ലീവ് എടുക്കണേ? രണ്ടുപേരും പഠിക്കാൻ പൊക്കോ. പിന്നെ കുണിക്ക്, നിങ്ങൾ പോയതിന്റെ പുറകെ ഞാൻ മാധവനെ ഫോൺ ചെയ്ത് ഇവിടെ വരത്തും. എന്നിട്ട് കുണിക്കിനെയും പറഞ്ഞു വിടും. എന്റെ അടുത്ത് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കില്ല. ആശുപത്രി പോവണ്ടല്ലോ. പിന്നെ എന്ത് ചെയ്യാനാ? ഒറ്റയ്ക്ക് ഇവിടെ എന്ത് ചെയ്യാനാ? ടിവിയുടെ റിമോട്ട് നീ തന്നെ കേടാക്കിയില്ലേ? ഞാൻ ഇവിടെ നിന്നോളാം, ഞാൻ പോകൂല. കുണിക്കുമോളെ, ഞങ്ങൾ വരാൻ വൈകുന്നേരം ആകൂട്ടോ. നിങ്ങൾ എത്ര വേഗം പള്ളിക്കൂടത്തിലേക്ക് പോകാൻ നോക്ക്. കുണിക്കയുടെ കാര്യം ഞാൻ ഏറ്റു. ആദ്യം കുണിക്ക് ഇങ്ങോട്ട് വന്നേ. ഞാൻ പാവാടയും ബ്ലൗസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇട്ട് റെഡിയാക്കി നിർത്താം. എന്നിട്ട് മാധവനെ വിളിക്കാം. എനിക്ക് ചണ്ടി മതി. ഇവള് വീട്ടിലും ഇങ്ങനെയാന്ന് അച്ഛമ്മക്ക് അറിയാലോ. ഇവൾ ഇങ്ങനെ നടക്കൂ. ഈ സ്നാഗി ഇട്ട് ഇവിടെ നടക്കൂ. ആഹാ, അതൊന്നും ഇവിടെ പറ്റില്ല. നല്ല ഒന്നാന്തരം പാവാടയും ബ്ലൗസും ഞാൻ തുന്നി വെച്ചിട്ടുണ്ട്. അതിട്ട് ഇവിടെ നിന്നാ മതി. ഉത്സവത്തിന് പോവാനാ? ഉത്സവം ഉണ്ടെങ്കിൽ മാത്രം നീ പാവാടയും ബ്ലൗസ് ഇടുള്ളൂ. ശരി, നിങ്ങൾ വൈ കണ്ട. നീ ഇതും നിത്യം പോകാൻ നോക്ക്. ബൈ കുണിക്ക്. ഇവനും കാണാട്ടോ ഉമ്മ. വേണ്ടെന്നോ? കണ്ണാടി നോക്കുന്ന ഇപ്പഴാ സുന്ദരിയായത്. നിന്റെ അമ്മേ തുണി അലക്കാൻ മടിയായിട്ടല്ലേ നിന്നെ ഈ ചണ്ടി മിടിച്ച് നടത്തുന്നത്. ഇതേപോലുള്ള ഉടുപ്പൊക്കെ ഇട്ട് വേണം പെൺപിള്ളേര് നടക്കാൻ. അച്ഛനെ വിളിക്കാണ്ട, ഞാൻ പോകൂല. അതെന്താ അങ്ങനെ പറയണേ? നിനക്ക് ഇവിടെ നിൽക്കാൻ അത്രക്ക് ഇഷ്ടാണോ? അല്ല, ആശുപത്രി പോയാ കുത്തേക്കും. എല്ലാം കിഞ്ഞരും അറിയാം. ശരി ശരി, ഇവിടെ ഇരിക്കും. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഞാൻ അച്ഛമ്മ ശരിയാക്കും. അയ്യേ, പൂച്ചേ പൂച്ചേ. നിന്റെ പൂച്ചയോ? ഏത് പൂച്ച? അതിന് നീ പൂച്ചനെ കൊണ്ടുവന്നില്ലല്ലോ. അയ്യേ, അതിനെ കയറ്റി സോഫയിൽ ഇരുത്തിയിരിക്കുന്നു. പൂച്ചേ പൂച്ചേ. മുങ്ങണിയോ? ഇതെന്താ പേര്? ദേ കുണുക്കി, പുഞ്ഞാരിക്കല്ലേട്ടോ. നിങ്ങളുടെ വീട്ടിലെ പൂച്ചയല്ല ഇത്. പൂച്ച എല്ലായിടത്തും ഒരേപോലെ അല്ലേ ഇരിക്കുന്നത്. ഇത് വേറെ പൂച്ചയാ. മര്യാദക്ക് ഇതിനെ കൊണ്ട് നീ മുറ്റത്ത് കളഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ ഇതിനിട്ട് നല്ല അടി കൊടുക്കും. ആഹാ, അത് കാണണമല്ലോ. പൂച്ചേ പൂച്ചേ. അയ്യോ, താറാ നിന്റെ കൊച്ചെ. മര്യാദക്കല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ മാധവനെ വിളിച്ച് കൊണ്ടേയാക്കും, കേട്ടല്ലോ. അയ്യോ, കുളിപ്പിച്ചിട്ട് ഇപ്പൊ ഞാനങ്ങോട്ട് ഉടുപ്പ് മാറ്റിയളി. പെങ്കൊച്ച് പോയി കൈ കഴുകിയൊന്നേ. കൈ കഴുകിയിട്ട് വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. കണ്ണടച്ച് കിടക്ക് കുണിക്ക്. അറിയാതെ എണീറ്റൊന്നും പോയേക്കല്ലേ. അറിയാലോ, കുറുവാസംഘമൊക്കെ ഇറങ്ങുന്ന സമയ. ആ, ഈ നാട്ടിലെ കുറുവാസംഘമേ ഉച്ച കഴിഞ്ഞും വരും. ഉച്ചക്ക് കഞ്ഞിയൊക്കെ മുഴുവൻ കുടിച്ചതല്ലേ. ഇനി കിടന്ന് ഉറങ്ങ കുണിക്കുമോളെ. എണീക്കുമ്പോഴേക്കും വൈകുന്നേരവും. അപ്പൊ ചേച്ചിമാര് പഠിക്കാൻ പോയി വരും. എന്റെ പൊന്നു കൊച്ചെ, നിന്നെ പോലെയല്ല ഞാൻ. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. കുറച്ചു നേരം ഒന്നും മിണ്ടാതെ കിടക്ക. അപ്പൊ തനിയെ കണ്ണടിച്ച് പൊക്കോളും. എന്തൊരു മുടി അച്ഛമ്മക്ക്. കൊടുക്കാം. അച്ഛമ്മയുടെ മുടി മുടാൻ പോന്നോ? അച്ഛമ്മ കൊല്ലും. ഞാൻ ഓടിക്കളഞ്ഞേക്കടാ. അയ്യോ, ഈ കുട്ടി ഇത് എങ്ങോട്ട് പോയി? കുണിക്കേ കുണിക്കേ. എന്റെ ദൈവം, എങ്ങോട്ട് പോയെന്നാവോ? വല്ല പൂച്ചയുടെ പട്ടിയുടെ പുറകെ പോയെന്നാവോ? കുണിക്ക്, നീ എവിടെയാ? അയ്യോ, കണ്ണാടിയിൽ എന്താ കാണുന്നേ? അയ്യോ, എന്റെ വെപ്പുമുടി. എന്റെ വെപ്പുമുടിയും കൊണ്ടാണ് അവൾ ഓടിയത്. ദൈവമേ, ഞാൻ എങ്ങനെ ഇനി പുറത്തിറങ്ങും? കുണിക്കേ കുണിക്കേ. അയ്യോ, എന്റെ കുണിക്കേ. ആരെങ്കിലും കാണുന്നേ മുമ്പ് എന്റെ മുടി എവിടെ? ഞാനൊന്നും ചെയ്തില്ലല്ലോ അച്ഛമ്മ. ഞാൻ മുടി തൊട്ടപ്പോ മുടിയിങ്ങ് പോന്നു. ദൈവമേ, ആരെങ്കിലും കാണുന്നുണ്ടെന്നാവോ? നാണക്കേട്. എത്ര വർഷമായിട്ട് ഞാൻ കൊണ്ടുകൊടുക്കുന്ന മുടി ആരും അറിയിക്കാതെ. എടി, ആ മുടി ഇങ്ങോട്ട് തരാൻ. വേണ്ട വേണ്ട, കുണിക്കുമൊക്കെ കുറേ മുടി വേണം. കുണിക്കുമോട്ട് തല വെക്കാൻ പോവാ. നിന്നോടല്ലേ പറയണേ താടി പെങ്കൊച്ച്. ദൈവമേ, ആരെങ്കിലും വന്നേ മുമ്പ് തലയിലെടുത്ത് വെച്ച് കെട്ടട്ടെ. ഇവളുടെ ഒരു കാര്യം. അയ്യോ അച്ഛമ്മ. അയ്യോ, ഇതെന്താ മുറ്റത്തിടുന്നേ?
ആ ഇതേ ഗോതമ്പ് ഗോതമ്പ്, നിനക്ക് ഇതൊന്നും അറിയില്ലല്ലോ. നിന്റെ അമ്മ പാക്കറ്റ് ഗോതമ്പ് പൊടിയല്ലേ വാങ്ങിച്ചു തരുന്നേ. ഇങ്ങനെ ഗോതമ്പ് കഴുകി ഉണക്കിയിട്ടിട്ട് പൊടിക്കണം. പൊടിച്ചിട്ട് ചപ്പാത്തിയോ പുട്ടോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. എനിക്ക് ചപ്പാത്തി വേണ്ട അച്ഛമ്മേ. പിന്നെന്തോ വേണം നിനക്ക്? എനിക്ക് നൂഡിൽസ് മതി. അയ്യോ, ഒരു നൂഡിൽസ്, ഒരു ഞാനൂള് പോലത്തെ സാധനം. അയ്യോ, എന്റെ ഫോണാണല്ലോ അടിക്കുന്നേ. ആരാണാവോ? മാധവനായിരിക്കും. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാട്ടോ. എന്തോരം ഗോതമ്പാ? ഗോതമ്പ് വേണമെങ്കിൽ തിന്നോ. നീ മുഴുവൻ തിന്നോ, എനിക്ക് ചപ്പാത്തി ഇഷ്ടമല്ല. പിന്നെ കാക്കയോ? എല്ലാരും തിന്നോ? അയ്യോ പോകാക്കേ, പോകാക്കേ. എടി കുണിക്ക്, നീ എന്റെ ഗോതമ്പ് മുഴുവൻ കാക്ക കൊടുത്തോ? എനിക്ക് ഗോതമ്പ് ഇഷ്ടമല്ല. നിന്നെ ഞാൻ ഇന്ന് നിക്കടി അവിടെ. ഇതെന്താ ഓട്ട മത്സരോ? എന്റെ മാധവ, ഞാൻ ഓടി മടുത്തു. ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ മടുത്തടാ, എനിക്ക് വയ്യ. കുണിക്കുമോളെ, എന്നാലും അച്ഛമ്മേനെ കൂടി നിന്നല്ലോ. കുണിക്ക് കരഞ്ഞ അച്ഛൻ രാത്രി തന്നെ വരേണ്ടി വരുമെന്നാ വിചാരിച്ചേ. മിടിക്ക് കൂട്ടിട്ടോ. അയ്യോ വേണ്ട വേണ്ട വേണ്ടായേ. എന്റെ മാധവ, ഞാൻ മടുത്തടാ. രാവിലെ നീതു നിത്യം പഠിക്കാൻ പോയപ്പോ തുടങ്ങിയ മേള. കണ്ട പൂച്ചേനെ കൊണ്ടുവന്ന് സോഫ സെറ്റിലിരുത്തി. അതിനെ ഓടിച്ചു വിടാൻ ഞാൻ പഠിച്ച പണി 18 നോക്കി. പിന്നെ ദേ ഉണക്കാനിട്ട ഗോതമ്പ് വാരി മുഴുവൻ കാക്കക്ക് കൊടുത്തേക്കുന്നു. എനിക്ക് വയ്യട. എനിക്ക് ഇവിടെ നിന്ന് പുറകെ വിടാനുള്ള ആരോഗ്യം ഇല്ല. ഒന്ന് ഉച്ച കഴിഞ്ഞ് ഉറങ്ങാന്ന് എഴുതി ഒന്ന് കിടന്നതാ. അപ്പോഴോ എന്താ ബാക്കി പറയാത്തേ? അതൊന്നുമില്ല. വെപ്പുമുടിയുടെ കാര്യം പറയാൻ വേണ്ടിട്ടായിരിക്കും. ഈ അച്ഛമ്മയുടെ മുടിയില്ലേ? കുണിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? മാധവൻ വിഷമിച്ച് വന്നിരിക്കോ. അകത്തേക്ക് വാടാ, ചായ തരാം. അമ്മ, ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടാ വന്നത്. കുണിക്കുമോളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. പക്ഷെ ഇവൾ ഇത്ര സന്തോഷത്തിൽ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഇവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നാ ഞാൻ കരുതുന്നേ. ആശുപത്രിയിലേക്ക് വന്നാൽ ഇതിലും പാടായിരിക്കും. ദൈവം, ഇവൻ ഇവളെ കൊണ്ടുപോകുന്നില്ല. എനിക്ക് വയ്യ. അന്ന് അകത്തോട്ട് വാടാ, ചായ കുടിക്കാം. അല്ല കുണിക്കുമോളെ, കുണിക്കുമോൾ അച്ഛമ്മേനെ കൂടി കൂടാത്തതാണല്ലോ. ഇപ്പൊ എന്ത് പറ്റി? ഒന്നുമില്ല, എനിക്ക് പോവണ്ട. എന്തായാലും നല്ല കാര്യം. കുണിക്കുമോൾ ഇവിടെ നിൽക്കോ ഇല്ലയോ എന്നോർത്തെ അമ്മ അവിടെ ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അവളെ വിളിച്ച് പറയട്ടെ ഒരു കുഴപ്പമില്ലെന്ന്. അവനോട് സങ്കടപ്പെടണ്ടെന്ന് പറ. അതൊക്കെ അച്ഛൻ പറഞ്ഞോളാം. അല്ല, കുണുക്കനെ കാണണ്ടേ? ഞാൻ ആശുപത്രി വന്നില്ല, എന്നെ കൊത്താക്കും. എന്നാ ഇവിടെ നിന്നോ. അച്ഛമ്മയുടെ തലയിൽ ഒട്ടും മുടിയില്ല. കുണിക്കുമോള് തൊട്ടപ്പോ അത് താഴെ വീണു. അപ്പൊ അച്ഛമ്മ എന്റെ വേപ്പ മുടിയെന്നും പറഞ്ഞ് എന്നെ ഓടിച്ചിട്ടു.